വെരി ഗുഡ് മോർണിംഗ്, വെരി നമസ്കാരം. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളൊരു ചെറിയ യാത്ര പോവാണ്. അതായത് നമ്മൾ ചിക്കമംഗ്ലൂർ, അതുപോലെ തന്നെ ബാംഗ്ലൂർ, കർണാടക തമിഴ്നാട് ബോർഡറിന് നടുക്കൊരു വെള്ളച്ചാട്ടുണ്ട് അവിടെ, പിന്നെ അതുപോലെ തെങ്കാശി, വീണ്ടും തെങ്കാശി, ബാംഗ്ലൂർ അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ ഇന്ന് ഇറങ്ങിയാണ്. ഒരു 3-4 ദിവസത്തെ യാത്രയാണ്. അതിനുശേഷം നമുക്ക് തിരിച്ചു വരണം. 3-ാം തീയതി വീണ്ടും കോടതിയുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ പാക്കേജും സംഭവങ്ങളൊക്കെ റെഡിയാണ്. അതായത് ഇത് ഞങ്ങളുടെ നമ്മൾ പാക്കേജിലേ പോകുന്നത്, നമ്മൾ തന്നെയല്ലേ പോകുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ പിന്നെ ടൂൾസ് ആണ് ഇത് മൊത്തം വെച്ചിട്ടുണ്ട്. അതെ, ഇതിന്റെ അകത്ത് മൊത്തം നമ്മുടെ എന്താ പറയാ, യെസ്, അതായത് ബ്ലോഗിങ് ആക്സസറീസ്. ഇതിന്റെ അകത്ത് ഫോൺ വീഡിയോ പർപ്പസ്. ഇതിലിങ്ങനെ 2 പ്രാവശ്യം പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ആ ഡിക്കി തുറക്കും. അതിൽ സാധനം വെക്കാണ്ട് വണ്ടിയുടെ ബേക്കിൽ ഈ സാധനം ബേക്കിലേക്ക് വെച്ചോളൂ. പിന്നെ ഈ കാണുന്ന സാധനം നമ്മളെ ഇത് ഞാൻ 800 രൂപയ്ക്ക് മേടിച്ച് പറ്റിയാണ്. വളരെ നന്നായിരിക്കുന്നു. കാരണം നമ്മുടെ അത്യാവശ്യം ഇതിനെ കുറിച്ച് 2 വർത്തമാനം എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മുടെ ഈ ബാഗിന്റെ അത് ടൂൾ വെച്ചൊന്ന് താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം പൊട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ സാധനമാണ്. ജസ്റ്റ് ഒന്ന് താഴെ വീണാലും വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. എവിടെ വേണം നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകും. ഞങ്ങൾ 2 പേരും അല്ല, ദീപു ചേട്ടനും കൂടെ വരുന്നുണ്ട്. നമ്മൾ 3 പേരും കൂടിയാണ് സുഹൃത്തുക്കളെ. നമ്മൾ പോകുന്നു. 3 പേര് പോയി കഴിഞ്ഞാൽ മൂഞ്ചി പോകുന്ന പറയുന്നത്. എല്ലാ സ്ഥലത്തും പോയി മൂഞ്ചാണ്. അതൊന്നും പ്രത്യേകിച്ച് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെയല്ല വെക്കണ്ടേ, നടുക്ക്. പിന്നെ നീ തുറന്നേ, അത് മറ്റേത് വെക്കാൻ വേണ്ടിയാടാ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഞാൻ ഇന്ന് വരെ ചിക്കമംഗ്ലൂർ പോയിട്ടില്ല. ചിക്കമംഗ്ലൂർ എന്ന് പറയുന്നത് കോഫിയുടെ നാടായ, അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് വന്ന അവിടെ ആയിട്ടോടാ. എന്നാ മറ്റേ കോഫി പ്ലാന്റ് വന്ന, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോഫി വന്നതാണ്. ഞങ്ങളുടെ 2 പേരും ഡ്രസ്സും സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൻ ഇവിടെ ഉണ്ട്, പിന്നെ അമ്മ ഇവിടെ ഉണ്ട്. എൻ്റെ കൊച്ചി ഇപ്പോഴാണ് എണീറ്റ്, വിദേശിയാണ്. ഈ സമയത്ത് എനിക്കുള്ളത് പൂവൊക്കെ പറിച്ചപ്പോണ്ട്. 2 വാക്ക് സംസാരിക്കുന്നോ? ആണോ? ഗൈസ് നോക്കൂ, എന്തായാലും രാവിലെ നമ്മൾ പോയി വരുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടികളൊക്കെ കിട്ടും കേട്ടോ. എല്ലാം പെയിന്റ് അടിച്ച് വരും. മറ്റേ വണ്ടികൾ ഇതിന് പിന്നെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഇതിന് ചെറിയൊരു സ്ക്രൂ അടിച്ചതിൻ്റെ ഒരു ചെറിയ ടച്ച് മാത്രമേ ഉള്ളൂ. ഈ വണ്ടി ഞാൻ കഴുകി, അതാണ് വൃത്തിയിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ഈ വണ്ടിയും കൊണ്ടേ കഴുകി എല്ലാം സെറ്റപ്പ് ആക്കി. പക്ഷേ എവനോട് ചോദിച്ചൊക്കെ ഞാനാ കഴുകി വെക്കൊണ്ടേ. ഞാൻ സത്യം പറയട്ടെ, ഈ വണ്ടി വെള്ളവണ്ടി അല്ല ലിബി, ഈ സാധനം ഇല്ലേ, ഇത് നമ്മൾ ഇന്നലെ കൊണ്ടേ കഴുകി. നമ്മൾ നേരെ കയറാൻ പോകുന്നത് മാക്കൂട്ടൻ ചുരം. ഇന്ന് ഫുള്ള് പൊടിയോ കണ്ടോ, അവിടെ മൊത്തം റോഡ് പണി നടക്കുമല്ലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്തായാലും നമ്മുടെ ഒരു കൂട്ടുകാരനായ ദീപവും കൂടെ വന്നു കഴിഞ്ഞാൽ പോവാം. പുള്ളിയുടെ വണ്ടി ഇവിടെ ഇട്ടുന്നു. നമ്മൾ നേരെ അങ്ങനെ പോവുകയാണ്. ചിക്കമംഗ്ലൂർ, പിന്നെ കർണാടകയുടെയും തമിഴ്നാടിൻ്റെ നടുക്ക് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അവിടെ ഈ മസാജോടുകൂടി ഒരു സംഭവമാണ്. അത് ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതുകൂടെ തെങ്കാശി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാനും പരിപാടികളും സംഭവങ്ങളും. ഗൈസ് എടാ, അതല്ലടാ ലിബിനെ, ഇത് ഏത് അതല്ല അവൻ്റെ തലക്കൊള്ളും. അതല്ല ഇവൻ പറഞ്ഞു വേറെ, അത് തന്നെ കടത്തി. ഇത്ര നേരം നമ്മളെ വിളിച്ചു വരുത്തിയേക്കുക. ഇതിൻ്റെ സ്വിച്ച് ഏതാന്ന് ചോദിച്ചാൽ ഈ സൈഡിലേക്ക് വെക്കടാ. ഇതുകൊണ്ട് ഈ സ്വിച്ച് ഇവിടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻ്റെ പറഞ്ഞ അങ്ങനത്തെ കുറേ പ്രത്യേകത. ഇപ്പോഴത്തെ ഒരു 1 കോടിയുടെ വണ്ടിയുടെ എല്ലാ ഫെസിലിറ്റി ഈ വണ്ടിയിലുണ്ട്. ആ സ്വിച്ച് പിടിച്ച് ഞെക്കിയേ കണ്ടോ, പെതിയെ ഞെക്കടാ, പെതിയെ. കണ്ടോ, ഇപ്പോഴത്തെ ഒരു 1 കോടി രൂപയുടെ വണ്ടിയുടെ മിനി ഡിഫൻഡർ എന്ന് ഞാൻ വിളിക്കും. അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത്. അതെ, സത്യമായിട്ടോ. കണ്ടോ, തന്നെ ലോക്കായി. ഇവിടെ 2-3 സ്ഥലത്ത് അങ്ങനെ പറ്റിയതാ. വണ്ടീൻ്റെ ഉള്ളിലേക്ക് വെക്കട്ടെ, ഞാനപ്പോൾ ഇറക്കാം. നിങ്ങളെ മറിക്കാം, ഞാൻ വണ്ടി ഇറക്കട്ടെ. മാറി ആ സാധനം അതിലെടുത്ത് വെച്ച്. ആ സാധനം അട്ടയുണ്ട്. 2 അട്ടയുണ്ട്, ഫ്രണ്ടിലുണ്ട് ബേക്കിലുണ്ട്. 2 അട്ട വെച്ചേ. ആ ഒരട്ട എടുത്ത് ഇതിന് വെക്കത്തില്ലായിരുന്നോ? ഇതിനൊരു അട്ട എടുത്ത് വെക്കത്തില്ലായിരുന്നോ? ഫ്രണ്ട് എടുക്ക. മതി. എന്നാ സംഭവം എന്ന് വെച്ചാൽ ഈ വണ്ടി തള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കയറ്റല്ലേ വണ്ടി. അപ്പോൾ ബൈ ചാൻസ് തള്ളിപ്പോയി കൊച്ചെപ്പോഴും മുന്നോട്ടും താഴോട്ടൊക്കെ നടക്കുന്നതാണ് വണ്ടിയുടെ ചുറ്റുമേ. അങ്ങനെ ആയപ്പം ആ സാധനം അവിടെ അട്ട വെക്കുന്നു സേഫ്റ്റിക്ക്. വേറെ ഒന്നുമില്ലല്ലോ, ബാഗല്ലേ ഉള്ളൂ. ഫോണ് ചാർജർ കീ ഇവിടെ കൊടുത്തരാം കേട്ടോ. മമ്മിയുടെ അപ്പൻ്റെ അടുത്ത് കൊടുത്തരാം. അവരിങ്ങാനും വന്ന് എടുക്കുന്നുണ്ടല്ലോ. വളരെ സിമ്പിൾ പരിപാടി. ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആളുകൾക്ക് എന്ത് സിമ്പിളാന്നറിയോ, ഒരു ബാഗ് എവിടെ വേണം പോവാ. താലേഷ് ഉള്ളിലേക്ക് കയറിയാലും. അപ്പനെങ്ങോട്ടാ? അപ്പന് വരണം നല്ല താല്പര്യം കേട്ടോ. പക്ഷെ ചോറ് കിട്ടില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോ, അതുകൊണ്ടാ. പോയിട്ട് വരാവേ മമ്മി, പോയിട്ട് വരാം. ബാബാ കയറി എല്ലാവരും പോവാണേ, പോയിട്ട് വരാം. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ചിക്കമംഗ്ലൂർ എന്ന് പറഞ്ഞ ആ ഒരു സുന്ദര നഗരത്തിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ചിക്കമംഗ്ലൂർ എന്നാ ഞാൻ എക്സൈറ്റ്മെന്റ് നിൽക്കുവാണ്. മറ്റേതും പേരുണ്ടായിരുന്നു. നമ്മൾ ഒരു 4-5 സ്ഥലത്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് തെങ്കാശി. മൈക്കിളത് ഇഷ്ടപ്പെട്ടില്ല. പോവാണേ
പോയിട്ട് വരാം. ഏറ്റവും കൂടുതൽ സങ്കടം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മൈക്കാണ്. നമുക്ക് കർണാടകയിൽ നിന്ന് അടിക്കാമല്ലേ ദീപു ചേട്ടാ? കർണാടകയിൽ ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ പൈസ ഉള്ള. ഗൈസ് നോക്കൂ, ഇന്ന് നല്ല കാലാവസ്ഥയാണ്. നോക്കിയാൽ നമ്മൾ പോകുന്ന വഴി നല്ല വഴിയാണ്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെയുള്ള വഴിയാണ്. അപ്പോൾ ഈ വഴിയിൽ നിന്ന് ഞങ്ങൾ നേരെ 66 നമ്മൾ കയറിയല്ലോ കേട്ടോ, 66 അപ്പുറമാണ്. നമ്മൾ നേരെ മാക്കൂട്ടത്തിൽ നിന്ന് നേരെ എനിക്ക് തോന്നുന്ന അസൻ വഴിയാണ്. അസം വിരാജ്പേട്ട വഴിയല്ല, വിരാജ്പേട്ട അസൻ വഴിയാണ് നമ്മൾ ഈ പറഞ്ഞ ചിക്കമംഗളൂർ പോകുന്നത്. അസം പോകുന്ന റൂട്ട് ഭയങ്കര ഹമ്പാണ്, അതാണ് ഏറ്റവും എല്ലാവരും ഈ പ്രാവശ്യമൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ നിന്ന് ഒരുപ്പെട്ട എല്ലാ കുട്ടികളും യാത്ര ചെയ്തിരിക്കുന്നു, ടൂർ പോയിരിക്കുന്നു ഈ പറഞ്ഞ ചിക്കമംഗളൂരിനാണ്. എവിടെയാ അത്? അവിടെ എന്നാ ഡാൻഡലിയിൽ എന്നാ? ഡാൻഡലിൽ നിന്ന് അതും പിടിച്ചോട്ടോ, നമുക്ക് അതും പോവാം. ഡാൻഡലി നമ്മൾ വേറെ ആൾക്കാർ വാട്ടർ ആക്ടിവിറ്റി ചെയ്യുന്ന നമ്മൾ കാണുന്നു കേട്ടോ, നമ്മൾ കയറൂല. ഗൈസ് നോക്കുക. അപ്പോൾ അവിടെ പോയേക്കാം. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പിള്ളേരൊക്കെ പോയത് അവിടെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ മെയിൻ വഴി എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ നേരെ അസം വഴി എങ്ങോട്ടാ പോകുന്നത് നിനക്കറിയാമോ? ചിക്കമംഗളൂർ. ഗൈസ് ഇതാണ് നമ്മൾ പോകുന്ന ലൊക്കേഷൻ. അതായത് അപ്രോക്സിമേറ്റ് 5 മണിക്കൂർ വേണം ഇവിടുന്ന് യാത്ര ചെയ്യാൻ. വെറും 216 കിലോമീറ്റർ ഉള്ളൂ. ബട്ട് 4.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടിയെത്താൻ പറ്റും. ഇവിടുന്ന് നമ്മൾ വീരാജിപ്പേട്ടയിൽ നിന്ന് അങ്ങ് ഹസൻ വരെ പോകുന്ന വഴിക്ക് നല്ല ഹമ്പായിരിക്കും. ഹമ്പ് അങ്ങ് ചാടി കഴിഞ്ഞ് തന്നെ പെട്ടെന്ന് എത്തും. വേറെ കാര്യമാണ്, നമ്മൾ വിദേശത്തെ മാപ്പൊക്കെ ആണെങ്കിൽ എത്ര രൂപയുടെ എണ്ണ അടിക്കണമെന്ന് വരെ കാണിക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ല. പിന്നെ ട്രാഫിക്, പോലീസ് ചെക്കിങ് അതൊക്കെ കാണിക്കും. അത് യാഥാർത്ഥ്യമാണ്. യൂറോപ്പിലൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ എവിടെയൊക്കെ ചെക്കിംഗ് ഉണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കാണിക്കും. നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. എന്തെങ്കിലും പ്രശ്നം റോഡിലുണ്ട്, ഞങ്ങൾ ഫുൾ ആഡ് ചെയ്ത് വിട്ടില്ലായിരുന്നു. എന്തെങ്കിലും ചെറിയ ബ്ലോക്ക് ഉണ്ടായാലും ബ്ലോക്ക്. ഗൈസ് ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ നാടായ ക്ലീന്ദ്ര എത്തിയിരിക്കുകയാണ്. പഠിച്ച സ്കൂള്, പോയ പള്ളി എന്റെ ഇവിടെ തന്നെ. എനിക്ക് ഈയിടെ കേട്ടോ മനസ്സിലായ ഈ സ്റ്റെപ്പ് എന്തിനാ വെച്ചാക്കുന്നതെന്ന്. അത് കളി കാണാൻ വേണ്ടി വെച്ചാക്ക. ഞാൻ പിണ്ട് തൊട്ട് ചിന്തിക്കുന്നതാ, ആ സ്റ്റെപ്പ് എന്തിനു വെച്ചു. നല്ല ഗ്രൗണ്ടും എന്ത് നല്ല ഈ കുറ്റിയില്ലേ, ഈ കുറ്റിയുടെ ഏരിയയില്ലേ ഇവിടുത്തെ ഏറ്റവും നല്ല ഗ്രൗണ്ടും ഏറ്റവും നല്ല സെറ്റപ്പ് ഉണ്ടെന്ന് ക്ലീന്ദ്രയിലായിരുന്നു. എല്ലാം പോയി, എല്ലാം എങ്ങനെ ചുരുങ്ങി ഇപ്പം എല്ലാം കുറഞ്ഞു വന്നു. അതായത് ഇനിയിപ്പം ഈ ഏരിയയിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങാടിയും മണിക്കടവും അല്ലെ? മണിക്കടവും അങ്ങാടിയാണ് ഇനിയിപ്പോ ഇവിടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ബാക്കി എല്ലാം പിള്ളേരെല്ലാം പുറത്തോട്ട് പോയി. അങ്ങനെ യുവതലമുറ ഒന്നുമില്ല, എല്ലാം ശോഷിച്ചു. യുവതലമുറ എന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ കാര്യമില്ല, നമ്മള് 10 ദിവസം പുറത്തും 10 ദിവസം നാട്ടിലും, നമ്മൾ പകുതി ദിവസങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു പ്രത്യേക ഒരു സംഗമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. RTO MVD എക്സൈസ്. ഇവര് 3 പേര് ഒരുമിച്ചുള്ള ഏക സംഗമം. അതായത് ഇവര് 3 പേരും ഉള്ള ഒരു സംഗമമാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കർണാടക, കേരളം ഇങ്ങോട്ട് വരാൻ നേരത്താട്ടോ ഏറ്റവും കൂടുതൽ ചെക്കിങ്. അങ്ങോട്ട് പോകാൻ നേരത്ത് അത്ര വലിയ ചെക്കിങ് ഇല്ല, ഇങ്ങോട്ട് വരാൻ നേരത്ത് നല്ല ചെക്കിങ്. വണ്ടി നോക്കിയതിനെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് കർണാടകയായി. നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം കർണാടക. അതെ, മറ്റേതോ അല്ലേ? യെസ്, ഫൈനലി നമ്മൾ എന്തായാലും കർണാടക എത്തി. ഭയങ്കര തല്ലിപ്പള്ളി റോഡ് എന്ന് വെച്ചാൽ ഭയങ്കര മോശം റോഡായിരുന്നു. ഇപ്പം കുറച്ചായതേ ഉള്ളൂ നന്നാക്കിയിട്ട്. അത്രയും ഇല്ലേ? ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ യുവതലമുറകളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ദീപചേട്ടൻ കുറെ സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്. ഏതാണ്ട് എൻ്റെ ഒരു വിശ്വാസം ശരിയാണ്, നല്ല റഷായിരിക്കും 100%. കാരണം ഇപ്പൊ എല്ലാരും അങ്ങോട്ടാ പോകുന്നത്. അതായത് കാര്യം ഏറ്റവും കൂടുതൽ സ്കൂളിൽ നിന്ന് വരുന്ന ട്രിപ്പ്. പക്ഷെ ഇപ്പൊ ഉണ്ടാവില്ല, പരീക്ഷയ്ക്ക് ആയില്ലേ. പിന്നെ വേറെ തെറ്റുണ്ട്, പരീക്ഷയൊന്നും ആയിട്ടില്ല. തെറ്റുണ്ട്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിപ്പോയി. ഞാൻ യുവാവ്, നിങ്ങളെ മിണ്ട്. അതെ ഗൈസ് നോക്ക്, നമ്മൾ പോകുന്ന വഴി കണ്ടോ. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ സ്വഭാവമൊക്കെ മാറും. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൊത്തം കട്ടറോ കേട്ടോ, തല്ലിപ്പൊളി റോഡ് എന്ന് വെച്ചാൽ തല്ലിപ്പൊളി. ഇതിലെ നൈറ്റ് സർവീസ് നടത്തുന്ന ബസ്സുകാരെയും അതിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്നവരെയും സമ്മതിക്കണം. കാരണം വെച്ചാല് ഈ സ്ലീപ്പറിന്റെ അകത്ത് കിടന്ന് എങ്ങനെയാണോ ഈ റൂട്ടിൽ കൂടി ഇവര് ബാംഗ്ലൂർ പോകുന്നത്, ചുരം കേറുന്നോട് വരെ അടിച്ച് അല്ല, അത്ര മോശം റോഡ് കേട്ടോ. അവരെ വണ്ടിക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല, യാത്ര ചെയ്യുന്നവരും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കുറച്ചങ്ങോട്ട് ചെല്ലാന്ന് മനസ്സിലാവും. 2 വർഷം 3 അല്ല എനിക്കൊന്ന് 4 വർഷം തന്നെയായി ഈ ചുരത്തിന്റെ മറ്റേ പിരിവ് തുടങ്ങി 20 രൂപ വെച്ച്. പക്ഷേ വികസനം കാണുന്നില്ല. അതായത് ഗൈസ് ഇവിടെ എല്ലാം ഈ പൈസ മേടിയിലാണ് സംഭവം. അതായത് ഓരോ വണ്ടി പോകുമ്പോൾ 50 രൂപ 100 രൂപ. ഈ വണ്ടി രക്ഷപ്പെട്ടു കൊടുത്തില്ല. ഇത് KL അടുത്തുള്ള വണ്ടി അല്ലേ, അതാ കൊടുക്കാന്.
ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ വിഷയങ്ങളാണ്. ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന പിരിവ് പരിപാടി അങ്ങ് നിർത്തുക. അനാവശ്യമായിട്ടുള്ള ഇതേപോലത്തെ ഈ ബാരിക്കേഡും പിന്നെ അതുപോലെ ഈ പോലീസ് പോസ്റ്റുകളും ഒഴിവാക്കുക. നമ്മുടെ കേരളത്തിലാണ് ഇത് ഏറ്റവും കുറവ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കേരളം വിട്ടു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇവർക്ക് ടാർഗറ്റ് ഉണ്ട്. അത് നമ്മൾ ഇത്രയും നാളത്തെ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് പറയുക കേട്ടോ. ഈ ബാരിക്കേഡ് കണ്ടോ അവിടെ കൈക്കൂലി ഉറപ്പാണ്. നമ്മളൊക്കെ ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് പൈസ അവൻ അവിടെ കൊണ്ട് പേപ്പർ ഇതൊക്കെ വെറുതെ കൊണ്ട് കാണിക്കുന്ന കേട്ടോ. എന്നിട്ട് അവിടെ ഒരു 100 രൂപ 150 500 രൂപ കൊടുക്കണം. അത്ര എങ്ങാനും കാലുവണ്ടി ആയാലും ശരി ഏത് വണ്ടി ആയാലും ഇവിടെ ഒരു പൈസ ഈ ലോറിക്കാർ എന്തായാലും കൊടുത്തിരിക്കണം കേട്ടോ. എന്നാ ചെയ്യാനാ, കൊടുത്തേ പറ്റുള്ളൂ. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ കേരളം ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനവും വാളയാറുണ്ടായിരുന്നു. നല്ലവരായ ആളുകളെല്ലാം കൂടെ കൂടി അത് പൂട്ടിച്ചു. അല്ലായിരുന്നെങ്കിൽ ആ ഒരെണ്ണം മാത്രം നമുക്കൊരു ശാപമായിട്ട് തന്നെ. എന്നാലും ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ഇതിപ്പോ എന്താ പിന്നെ ടയർ പൊട്ടിയതാണ്. എന്തൊക്കെയായിട്ട് വണ്ടി ചുരത്തിൽ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. പിന്നെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താ പറയുക, ഈ ഒരു റോഡിനെ സംബന്ധിച്ചൊരു വലിയ വിഷയമാട്ടോ. കാരണം ഒരു ചെറിയ വണ്ടി വന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ റോഡ് മൊത്തത്തിൽ അങ്ങ് ബ്ലോക്ക് ആവും. അതെ, എത്ര മണിക്കൂർ പിന്നെ ഈ വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൊണ്ട് പോകാൻ പറ്റുള്ളൂ. വമ്പം ബ്ലോക്ക് എന്ന് വെച്ചാൽ വമ്പം ബ്ലോക്ക് കേട്ടോ. എനിക്കൊന്നൊരു 100-150 കാറുകൾ ക്യൂ ആയിട്ട് കിടപ്പുണ്ടാവും. എന്താണ്, എന്നിട്ട് ഇതാ വയസ്സായ അമ്മച്ചീനെ പോലെ എണീറ്റ് നടക്കാൻ പറ്റാണ്ട് ഇത് അവൻ ലോഡും വെച്ചതാ കയറി പോകുന്നു. നോക്കിയേ, എന്താ ആവശ്യമുണ്ട് ഇത് ഇങ്ങനെ കയറി പോകുന്നത്? ഫുള്ള് ബ്ലോക്ക് ആക്കി. എന്നാ ചെയ്യാനാ? കർണാടക വണ്ടി അവനെ അല്ല ഇങ്ങനെ കയറി പോവില്ലല്ലോ. അടുത്ത ഇവിടെ എന്തോ പറ്റിയടാ. അടുത്ത വണ്ടി ഇവിടെ എന്തോ സൈഡായി, കംപ്ലൈന്റ് ആയി. വൺ സൈഡേ ഉള്ളൂ. ആ വണ്ടി കംപ്ലൈന്റ് ആയി. പൈസ എന്താണെന്നറിയില്ല കേട്ടോ. ഈയിടെ ആയിട്ട് എൻ്റെ ഒരു വിശ്വാസം കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഇത്ര നാൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. റൂട്ടില് ഇപ്പൊ അല്ലേ വണ്ടി കൂടി, വണ്ടമാനം കൂടി. എന്തോ ഒരു മാരണം ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അല്ലെങ്കിൽ ഇതാണ് വിഷയം. ഓരോന്നായിട്ട് എന്തൊക്കെയോ ഒന്നേ വണ്ടി കൂടുതൽ, അല്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് വരാൻ സാധ്യതയില്ല. അതിൻ്റെ ഇടയ്ക്ക് ദേ നമ്മുടെ ബസ് ഇത് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. എടുത്തില്ലല്ലേ, ഇതുവരെ എടുത്തിട്ടില്ല. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഈ വണ്ടി അടുത്തെങ്ങാനും കൊണ്ടുപോകും തോന്നുന്നു അല്ലേ. അടുത്തതാ ഇത് ഞാൻ പറയട്ടെ, ഇതിന്റെ സംഭവം ഞാൻ പറയട്ടെ, കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വണ്ടിയൊക്കെ ഇങ്ങനെ പിന്നെ ചുരത്തിൽ കൂടെ ഇവർ സ്പീഡിൽ കയറ്റി, മാരുതിയുടെ വാഹനങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് ഭയങ്കര സ്പീഡിൽ ഇറങ്ങിയും വരും. താഴത്തിനും ബ്രേക്ക് കിട്ടില്ല. എന്നിട്ട് എല്ലാ താഴത്തെ വർക്ക്ഷോപ്പുകളിലുണ്ടാവും എന്തെങ്കിലും പണിയൊക്കെ ആയിട്ട്. അത് ബ്രേക്ക് കിട്ടുന്നില്ലൊക്കെ പറഞ്ഞു. ഇനി അങ്ങോട്ട് കയറുന്ന വണ്ടി ചവിട്ടി കുത്തി കയറ്റും. എന്നിട്ട് എന്താ സംഭവിക്കാന്ന് ഞാൻ പറയട്ടെ, റേഡിയേറ്റർ ചൂടായിട്ട് വഴി കിടക്കും. അത് തന്നെ, അങ്ങനെ കുറെ എണ്ണം വഴി കിടക്കുന്നതാണ് കേട്ടോ പോകുന്ന വഴിക്ക്. വേറെ കാര്യമുണ്ട് അവനെ, ഇതിന്റെ അകത്ത് എപ്പോഴും നമ്മൾ മൈലേജ് നോക്കരുത് ഇങ്ങനെയുള്ള റൂട്ടിന്റെ അകത്തൂടെ. ഞങ്ങളുടെ ഇവിടുത്തെ റോഡുകളൊക്കെ ഉണ്ടല്ലോ എല്ലാം വീതി കൂട്ടുകയാണ്. അതായത് ഇതും എയർപോർട്ടായിട്ട്, അതായത് നമ്മുടെ കണ്ണൂർ എയർപോർട്ടുമായിട്ട് ടച്ച് ആക്കുക. അപ്പോൾ ഇതിനോടനുബന്ധപ്പെട്ട് റോഡുകളെല്ലാം വീതി കൂട്ടുക. പണ്ട് ഇതൊക്കെ കൺജസ്റ്റഡ് ആയിരുന്നു. ഇതങ്ങ് ഈ റോഡ് കണ്ടോ, അതെ, ഇതിപ്പോ ഫുള്ള് വീതി കൂട്ടുക. നല്ല കാര്യം കേട്ടോ. അങ്ങനെ വീതി കൂട്ടാൻ നേരത്ത് നല്ല നല്ല വലിയ മൾട്ടി ആക്സിൽ ബസ്സുകളും പിന്നെ അതുപോലെ കുറേ വാഹനങ്ങളൊക്കെ പോകുമ്പം എന്താ പറയുക, കുറച്ചും കൂടെ ബിസി ആവും. പിന്നെ അതേപോലെ തന്നെ താഴോട്ടൊക്കെ ചില നേരത്ത് അവിടെ കച്ചവടങ്ങളൊക്കെ കൂടും കേട്ടോ. എന്തായാലും റോഡിന് വീതി കൂടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. കഴുകി കുട്ടപ്പനായിട്ട് കൊണ്ടുവന്ന ഞങ്ങളുടെ വണ്ടി 450 രൂപ മുടക്കി നല്ല വെടിപ്പാക്കിയതാ. അങ്ങനെ അതും അവരാധിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ മേളിൽ ചെല്ലാൻ നേരത്തെ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് നയാരോ പെട്രോൾ പമ്പിൽ. നമ്മുടെ വണ്ടി അങ്ങനെ ഫുൾ കോണിക്കുപ്പ. ഐ ആം വെരി സോറി ഗൈസ്. ഇവിടുന്ന് ഞങ്ങൾ സ്ഥിരം എണ്ണ അടിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് എണ്ണ അടിച്ചിട്ട് അത്യാവശ്യം നല്ല പമ്പും പിന്നെ അത്യാവശ്യം നല്ല ബാത്റൂമും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിർത്തുന്നതാണ്. അപ്പം നമ്മൾ കോണിക്കുപ്പയിൽ ഇതുണ്ട്. ഇവിടെ നല്ല ബാത്റൂം കേട്ടോ, നയറിന് നല്ല പമ്പാണ്. അപ്പം ഇവിടുന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിക്കുന്നു. നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ചിക്കമംഗളൂർ. ചേട്ടാ, ചിക്കമംഗളൂർ ഇവിടുന്ന് എത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ ഡൈവേഷൻ? 19-20 കിലോമീറ്റർ കഴിഞ്ഞല്ലേ ഏകദേശം? അങ്ങനെയാന്ന് തോന്നുന്നു. അങ്ങനെ മാപ്പ് കാണിക്കുന്നത്. ഞങ്ങൾക്കൊരു ആപ്പാവുമെന്ന് അറിയില്ല, മാപ്പ് കാണിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ആ റൂട്ടിൽ അത്ര ഉണ്ടല്ലേ പൈസ, അത്രയും ദൂരം ഉണ്ട്. ഇത്ര നേരം നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ ഒരു ചെറിയ മൂഡിൽ ഇത് പൈസ കൊടുത്ത് മേടിച്ച് വെച്ചാൽ നീ നല്ല പൈസയാണ് മരത്തിന് അല്ലേ? ഇനി അത്യാവശ്യം നല്ല പൈസ ഉണ്ടോ? നല്ലതാണല്ലോ നിങ്ങൾ കണ്ടത്. നോക്കിയാൽ പിങ്ക് ഷർട്ടൊക്കെ ഇട്ട് എങ്ങോട്ടാ ഗൈസ്. എന്തായാലും ഫുൾ ടാങ്ക് എണ്ണ അടിക്കട്ടെ. അതിന് ശേഷം ബാക്കി കുസ്തിയും പരിപാടി കേട്ടോ. നമ്മളുള്ള കോണിക്കുപ്പ കേട്ടോ. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഒരുത്തന് രാവിലെ മുടി വെട്ടി കൊടുത്തത് കണ്ടോ. ഇതാണ് അവസ്ഥ. മൊത്തം തൂത്ത് കളയണം. ആഹാ, പേരെന്നാ? പേര് ഇവിടെ തന്നെയാണോ വീട്? മൈസൂരാ? എവിടെ പോവാ ഇപ്പൊ? ഗായ്സ്, നമുക്കിപ്പോൾ ഏകദേശം 5000 അടുത്തു. 54 ലിറ്റർ ആകാൻ പോകുന്നു.
ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകുവാണെങ്കിൽ അതായിരിക്കും നല്ല, അല്ല വഴി നിർത്തി പോകേണ്ടി വരും. അപ്പോൾ ഏകദേശം ആട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചിക്കമംഗളൂർ വരുമ്പോൾ ഒരു അര ടാങ്ക് 2 ദിവസം കിട്ടും. ആ 15 മൈലേജ് കിട്ടുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? 15 മൈലേജ് ദിവചേട്ടൻ വിശ്വസിക്കുന്നോ? വിശ്വസിക്കാൻ നമ്മൾ ഒറ്റ കട്ടാണ്. എന്തായാലും നമ്മുടെ NADയും പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയും വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് ചിക്കമംഗളൂർ. കാരണം ചിക്കമംഗളൂർ തെങ്കാശി ഈ 2 സ്ഥലത്തും നമ്മൾ പോകാൻ വേണ്ടി കുറേ നാളുകളായിട്ട് ശ്രമിക്കുന്നതാണ്. ഓരോ അസൗകര്യങ്ങൾ കാരണം പോകാൻ പറ്റില്ല. അവിടെ ഉണ്ടല്ലേ, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിക്കമംഗളൂർ പിന്നെ നമുക്ക് പോകണം. ഒരു കരവാണത്തിന് ഞാൻ മുടി വെട്ടിക്കൊടുത്തു. ഇപ്പൊ എന്നെ അവസ്ഥ തെങ്കാശി ഞങ്ങൾ പോണത് 5 വട്ടം വീട്ടിൽ. 42 വയസ്സുള്ള കിളവനാ, എനിക്ക് പിങ്കൊക്കെ ഇട്ട് വന്നേക്കുക. 42 ചുരത്തിലെ റോഡൊക്കെ ഒറ്റ റെഡിയായല്ലേ? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വണ്ടി എടുത്ത് പോകാൻ നേരത്ത് ഫുള്ള് തല്ലിപ്പള്ളി റോഡായിരുന്നു. പക്ഷെ അതൊക്കെ മാറി കേട്ടോ, എല്ലാം റെഡിയായി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റോഡ് വികസിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇനിയിപ്പം പോകുന്ന വഴിയിൽ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. ഗൈസ് ഫൈനലി നമ്മൾ അങ്ങനെ എന്നെ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഫൈനലി ഞങ്ങൾ ബെൽറ്റ് ഇട്ടോ, ബെൽറ്റ് ഇടാൻ പോവുകയാണ് സുഹൃത്തെ. അല്ലെങ്കിൽ ഇവിടെ നല്ല ഫൈൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ അനിയനും എന്ത് തീരുമാനിച്ചു? ബെൽറ്റ് ഇട്ടു. ഇത് പമ്പായതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു പമ്പ് നല്ല കേട്ടോ, കോണിക്കുപ്പയിലെ ഞങ്ങൾ പണ്ട് മുതൽ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഇപ്പൊ എന്തൊക്കെ വന്നെന്നറിയാം. ഇവിടെ പിസ്സ ഹട്ട് വന്നു, ഡോമിനോസ് വന്നു, ഇരുട്ടിയിലെ മറ്റേ KFC വന്നു. അത് കൊണ്ടുവന്ന ചേട്ടന് ഒരുപാട് നന്ദി. അല്ലേ ലിവിനെ? അതെ, നമ്മുടെ അവിടെയുള്ള ആൾക്കാർക്കും ഇതെന്താന്ന് അറിയാൻ വേണ്ടി പറ്റിയല്ലോ. ഗൈസ് നമ്മൾ ഫൈനലി തുടങ്ങുകയാണ്. 2026 നമ്മളുടെ 2ാമത്തെ യാത്രയാണ് അങ്ങനെ ഈ തുടങ്ങുന്നത്. ഇതൊന്നും കണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഞങ്ങളുടെ അടുത്ത പടപടേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഞങ്ങളുടെ തലയിലെ മേലിലുള്ള ആ വലിയ വാളുണ്ടല്ലോ, അത് ഞങ്ങൾ ഉടനെ തീർക്കും. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിന് എന്തായാലും ഉണ്ടല്ലോ നമുക്കൊരു ഇനിയ യാത്രയാണ്. ഒരു 4-5 മാസമൊക്കെ കണ്ടിന്യൂസ് യാത്രയിട്ട് ഞാനും എൻ്റെ അനിയനും സുഗുണനും ഇനി ഈ ഫീൽഡിൽ നിന്ന് പോകത്തുള്ളൂ. അല്ലേ? ഞാനും എൻ്റെ അനിയനും സുഗുണനും കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ അതൊക്കെ നടത്തണം. അല്ലേടാ? അല്ല ഇവനെ, അതായത് ആ വാള് നമുക്ക് അടുത്ത മാസം പകുതിയോടെ കഴിയുന്ന എന്റെ മനസ്സ് പറയുന്നത്. പാസ്പോർട്ട് കിട്ടും, നമ്മൾ പുറത്ത് പോകും, നമ്മൾ SS നെപ്പോളിയന്റെ അടുത്ത് പോകും. അതെ, നമ്മൾ അതായത് നമ്മുടെ എല്ലാ പരിപാടികളും അങ്ങനെ പിന്നെ ഓൺ ആകും. നമ്മളിപ്പോ ചെന്ന് കയറുന്നത് കോണിക്കുപ്പ എന്ന് പറഞ്ഞ ടൗണിലേക്ക് കേട്ടോ. അതായത് ചേട്ടാ അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. കോണിക്കുപ്പ അത്യാവശ്യം ഇപ്പൊ എല്ലാം ഉള്ളതുകൊണ്ടേ, പണ്ടൊക്കെ ഇവരൊക്കെ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്തോണ്ടിരുന്ന ഇരുട്ടീനൊക്കെ ആട്ടെ, ഈ കോണിക്കുപ്പ വീരാജിപ്പേട്ടക്കാരൊക്കെ. ഇപ്പൊ എല്ലാം മാറി, ഇപ്പൊ എല്ലാം ഭയങ്കര ഡെവലപ്മെന്റ് ഈ സ്ഥലത്തോട്ട് വന്നു. വേറെ കാര്യമുണ്ട്, ഇവിടെ പച്ചക്കറിക്ക് ഒടുക്കത്തെ പൈസ, ഇവിടുന്ന് വരുന്നത് നമ്മുടെ നാട്ടിൽ വിലക്കുറവാണ്. അതെ, ഏതാണ്ട് ഒരു 18 കിലോമീറ്ററിലാണ് നമുക്കൊരു ഡൈവേഷൻ കാണിക്കുന്നത്. ആ ഡൈവേഷനിൽ നമുക്ക് തിരിഞ്ഞു പോകണം കേട്ടോ. നമുക്കേ ഈ വശത്തു നിന്നാണ് തിരിഞ്ഞു പോകേണ്ടത്. നമ്മൾ ഹസൻ വഴിയാണ്, ഹസൻ അല്ല ഉൻസൂർ അല്ലേ? സോറി ഗൈസ്, നമ്മൾ ഉൻസൂർ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ എപ്പോഴും ചോദിക്കലായിരുന്നു ഇതിലെ പോകുമ്പോ ഇതേതാ റൂട്ട് ടച്ച് ചെയ്ത് പോകുന്നത്. അല്ല സോറി, ഏതോ ഈ ഒരു വശത്തോട്ട് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഉണ്ട് കേട്ടോ 30 രൂപ വികസനത്തിന്, താഴേന്നുണ്ട് 30 രൂപ വികസനത്തിന്. അവരെ വികസിക്കാൻ ഇത് ഫുൾ ഫോറസ്റ്റ് ആട്ടോ, ഇതും ഫോറസ്റ്റ്. അതെ നോക്കിയേ, അതെ ഹസൻ, സോറി ഹസൻ, ഉൻസൂർ അങ്ങോട്ടാ ദിവചേട്ടൻ പറഞ്ഞ കറക്റ്റ്. ഹസൻ വഴിയാണ് 98 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടുന്ന് ഹസനിലേക്ക്. ഗൈസ് കർണാടക കല്യാണം, നമ്മൾ ഇവിടുത്തെ ആളായിട്ടും കയറിയാലോ? പക്ഷേ വേറെ കാര്യമുണ്ട്, വെജ് ആയിരിക്കും. നമുക്ക് തിരിച്ചു പോയേക്കാം. നമ്മളങ്ങനെ ഏകദേശം എവിടെ എത്തി നിങ്ങൾക്ക് അറിയാമോ ദിവചേട്ടാ? യെസ്, നമ്മൾ അങ്ങനെ ഏകദേശം പെരിയപട്ടണമൊക്കെ എത്തി. നമുക്ക് ഇനി ഇഷ്ടം പോലെ കിലോമീറ്റർ ഉണ്ട്. നമുക്ക് കിലോമീറ്ററിന് ഒരു പഞ്ഞോ ഇല്ലേ, നമുക്ക് എന്തോരം വേണേലും 3 മണിക്കൂർ ഓടണം. അതെ, എന്നാലും അവിടെ എത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഞങ്ങളങ്ങനെ 4 കൂടി ഒരു ടൗണിലെത്തി. ഇവിടെയാണ് മുട്ടൻ കോമഡി സംഭവിക്കാൻ പോകുന്നത്. ഒരുത്തനും വിട്ടുവീഴ്ച തരില്ല. കണ്ടില്ലേ, ഒരുത്തൻ മേക്രോട്ട്, ഒരുത്തൻ അങ്ങോട്ട്, ഒരുത്തൻ കാലിൻ്റെ ഇടയിലേക്ക്. ഞാൻ ഇനി ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ നമ്മൾ ആ വഴിക്കായിരുന്നു പോക്കാണ്ട് ഇരിക്കേണ്ടത്. നിന്റെ അപ്പൻ വീതം കൊടുത്ത സ്ഥലമല്ല ഇത്, റോഡാ. കൈവീശി കാണിക്കുക. ഞങ്ങളെ അങ്ങോട്ടായിരുന്നു പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പുള്ളിയുടെ കഴിക്കുന്നൊരു സ്ഥലം കണ്ടു. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയാലൊന്നും കിട്ടിയില്ലെങ്കിലോ? അല്ല ചോദിച്ചേട്ടാ, പിന്നെ വൈകുന്നേരമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇവനെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അവിടെ. നമ്മുടെ വണ്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടോ നോക്കിയേ, ഫുള്ള് ചെളിയായി നശിച്ചു. ഇനിയിപ്പോ എവിടെയെങ്കിലും റെഡി ആക്കണം അല്ലേ? അല്ല, നമ്മൾ എവിടെയെങ്കിലും റെഡി ആക്കണം ചേട്ടാ. എവിടെയെങ്കിലും നമുക്ക് ശരിയാക്കിയിട്ട് വേണം നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി. എന്തൊക്കെയാ പറയുന്നുണ്ട് നിങ്ങൾക്ക്? വാശറിയാവോ എന്നെ ഇരിക്ക? കബാബ്, ചിക്കൻ. എന്നാ ചിക്കൻ റൈസ് ആക്കത്തില്ലേ? എഗ് റൈസ്, കബാബ് കട്ട് പണി ഇട്ട് ഒരാൾക്ക്. നിങ്ങൾക്കോ?
സെയിം 2. ബിരിയാണി ഒന്ന് പാക്കാൻ പറ്റുമോ? ബിരിയാണി നോക്കാൻ പറ്റുമോ? ആ കർണാടക സ്റ്റൈല് ബിരിയാണി കേട്ടോ. കർണാടക ദം ബിരിയാണി. എനിക്കും സെയിം പക്കാവട 3. എടാ ഓവർ റെഡ് നിറം വേണ്ടെന്ന് പറഞ്ഞല്ലോ കേട്ടോ. റെഡ് നോ റെഡ് കളർ, വൈറ്റ് കളർ. ഓക്കെ, റെഡ് വേണ്ട, ഇത് കളർ ഇട്ടോ. ഇവർ ദൈവത്തിന് കൊടുത്താക്കുന്നുണ്ടോ? ഗോഡ് ബ്രദർ, ഗോഡ് ഭഗവാന് കൊടുത്താക്കുന്ന കേട്ടോ. പിന്നെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഏറ്റവും നല്ല വൃത്തിയുണ്ടല്ലോടാ. നല്ല വൃത്തിയുണ്ട്. സാധാരണ മുട്ടയും എഗ് ആൻഡ് ചിക്കൻ. എഗ്ഗും ചിക്കൻ എല്ലാം കൂടി ഇങ്ങനത്തെ കടയിൽ വന്നു കഴിഞ്ഞാൽ നല്ല സാധനം കിട്ടും. അതേ സമയത്ത് നമ്മൾ വലിയ സ്ഥലങ്ങളിൽ കയറി കഴിഞ്ഞിട്ടാണ് ഈ പണി മാറും അല്ലേ. ഞങ്ങളുടെ നിരീക്ഷണ കണ്ണുകൾ പുള്ളിയുടെ മുഖത്തും പുള്ളിയുടെ വർക്കിലും ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. പ്ലേറ്റിൽ എൻ്റെ ഉള്ള ചിക്കൻ കുറഞ്ഞു പോയാലും അതായത് പുള്ളിക്കെല്ലാം അടി പതറും കേട്ടോ. നല്ല ചോദിച്ചേട്ടാ, ഇതിനകത്ത് ഏറ്റവും അതെ, വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുന്നത്. ഇത് സ്കൂളാട്ടോ, സ്കൂളാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അല്ലല്ലോ, അതേനോ? അതെ സ്കൂളാന്നാട്ടോ എനിക്ക് തോന്നുന്നത്. നല്ല തിരക്കാട്ടോ ഇന്ന് ഈ റൂട്ടില്. മനുഷ്യനെ തെറ്റ് പറ്റിയതാട്ടോ. അതായത് നമ്മൾ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലായില്ല. ഇപ്പം ഞാൻ ഹിന്ദി പറഞ്ഞ പുള്ളിക്കാണ് ശരിയാക്കി കാണാം. എനിക്ക് അതിൻ്റെ അത് നോളജ് ഉള്ളൂ, വിദ്യാഭ്യാസം. ഓ അങ്ങനെ. എന്നിട്ടും പുള്ളി വീണ്ടും ചെയ്യുന്നത്, പുള്ളി നമുക്ക് വേണ്ടിയുള്ള സാധനം റെഡിയാക്കും കേട്ടോ. വലിയ സ്കെയിലുള്ള പരിപാടിയല്ല, ചെറിയ സ്കെയിലുള്ള പരിപാടിയേ ഉള്ളൂ. അത് അത്രയല്ലേ ആൾക്കാർ വരുള്ളൂ. ആ ഒരു ചെറിയ രീതിയിലുള്ള സെറ്റപ്പേ ഉള്ളൂ. പുള്ളി പറ്റുന്നൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ പൊടിയൊന്നും ഇട്ടിട്ട് അങ്ങനെ നശിപ്പിക്കണ്ട, വൈറ്റ് കളറിൽ സാധാരണ രീതിയിൽ തന്നാൽ മതി. തീർച്ചയായിട്ടും എന്നെ കൊക്കൊക്കെ എത്തി വലിയ നോക്കുന്നേ. ഇത് നമ്മൾ കോപ്പടിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ പണിയെടുക്കത്തില്ലല്ലോ. എന്തായാലും ഇങ്ങനെ സംഭവം തുടങ്ങാൻ പോകുന്നില്ല. ടീച്ചറുടെ കഴിഞ്ഞ ദിവസം നമുക്ക് ലോറി മേടിച്ചാലോ, നിനക്ക് നല്ല ഡ്രൈവർ. സ്വന്തം ചേച്ചി പണിക്ക് പോകാൻ പറഞ്ഞിട്ട് ആ ചേച്ചിയോട് ഉടക്കിയ ആളാണ് സിസ്റ്റർ ദീപു. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പുള്ളി പറയുന്നത് പുള്ളി കഴിച്ചിട്ടേ ഇനി ബാക്കിയുള്ളതെന്ന് കേട്ടോ. എന്തായാലും കഴിക്കാം, വിശക്കുന്നു. കളറൊന്നും ആക്കരുത്, നല്ല വൈറ്റ് ആയിട്ട് തരണമെന്ന് പറഞ്ഞു പുള്ളി. അതേപോലെ തന്നെ ചെയ്തു കേട്ടോ. അല്ലേ, കളറേ ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കണം, അടിപൊളിയായിരിക്കും. ഇതിനിപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ ഒരു ലോക്കൽ സ്റ്റൈലിലുള്ള സെറ്റപ്പ് ആട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നത് കണ്ടിട്ട്. നമ്മുടെ സാധനം വരുന്നുണ്ടോ കേട്ടോ, ഇപ്പം കിട്ടും. അങ്ങനെ ഉണ്ടോ എന്തോ പ്രതീക്ഷയൊന്നുമില്ല. കുഴപ്പമില്ല. കൈമാ റൈസിൻ്റെ അകത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ പോലെ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടപ്പെടാതെ എന്തൊരു മസാല തന്നിട്ടുണ്ട് അല്ലേ, ഇവിടുത്തെ മസാല. അതെ, വലിയ സുഖമില്ല. കുഴപ്പമില്ല അല്ലേ, കുഴപ്പമില്ല അല്ലേ. ഗൈസ് ഫൈനലി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. വളരെ തല്ലിപ്പൊളി ഒരു ഭക്ഷണമായിരുന്നു. ഇവിടുത്തെ രീതിയിൽ മുളക് പൊടിയൊക്കെ ഇട്ട് ഭയങ്കര എരിവായി, വയറ് പോഞ്ഞു പോയി. ദിവചേട്ടൻ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അവിടുത്തെ പെങ്കൊച്ചിനെ അല്ല ചോദിച്ചേ, പെങ്കൊച്ചില്ലായിരുന്നല്ലോ. ഗൈസ് ഫൈനലി നമുക്കിനിയിപ്പം ഇപ്പുറത്തെ വഴിയാ തിരിച്ചു പോകണ്ടേ. നമുക്കിനി വണ്ടി എത്തിയിരിക്കണം. ഞങ്ങൾ കേരള ഫുഡ് നോക്കി പോയതാട്ടോ. ലാസ്റ്റ് കിട്ടിയതാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫുഡായിപ്പോയി. ഇവിടെ കൊതുക് ശല്യം ഭയങ്കര കൂടുതലാണ്. പിന്നെ കൃഷി സ്ഥലത്ത് ഈ മറ്റേ ഇതിറങ്ങുന്നുണ്ടോ, കീടം. അതിനെ പിന്നെ കൊല്ലാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് ഇറക്കിയ സംവിധാനം നോക്കി ഒരു മനുഷ്യൻ ചോദിക്കാനല്ല. കേരളത്തിലെങ്ങാനും ആയിരുന്നുണ്ടല്ലോ ഇപ്പൊ ഈ വണ്ടി നിർത്തിച്ചാൽ ഈ വണ്ടി ഇപ്പൊ ഷെഡിൽ കയറിയാനെ അല്ലേ. എന്റെ ദൈവമേ, എന്നോ പുകയെ പോന്നറിയാവോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, അവൻ കാല് കൊടുത്ത ആ വണ്ടിക്കകത്ത് വരുന്ന പുക കറക്റ്റ് മനസ്സിലാവട്ടെ. എന്തുകൊണ്ടായിരിക്കും ചേട്ടാ ഇങ്ങനെ വരുന്നത്? കറുത്ത പുക. ഈ റോഡിന്റെ ഏറ്റവും വലിയ വിഷയം ഈ സീബ്ര ക്രോസ് പ്ലസ് ഈ കാണുന്ന ഹമ്പാട്ടോ. ഇത് സീബ്ര ക്രോസും ആണ്, ഹമ്പും കൂടെ. ഇത് മൊത്തം ഈ വഴി മൊത്തം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വേഗതയിലൊന്നും പോകാൻ പറ്റൂല. പോകുന്ന വഴി ഭയങ്കര വളവാട്ടാ. നമ്മൾ ഇവനെങ്കിലും വന്നവൻ എന്നെ കാണിച്ചേ. ഗൈസ് ഫുള്ള് എല്ലാ വശവും ഇതേപോലെ വളഞ്ഞു തിരിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക നാട്ടുംപുറം റോഡാട്ടോ. അതായത് നല്ലൊരു തടാകമൊക്കെ ആയിട്ട് ഫുള്ള് കവുങ്ങും പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു കിടില സ്ഥലം. പോകുന്ന വഴിക്ക് എന്തോ ഒരു ആഘോഷം നടപ്പുണ്ട് കേട്ടോ. എന്തോ എനിക്ക് പോകുന്ന ആൾക്കാരെ അതേം തോന്നുന്നു കേട്ടോ. ഏതോ ഒരു അമ്പലത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തോ പരിപാടികളാട്ടോ. പോകുന്ന വഴിക്ക് ഒരു ചെറിയ പാലം നോക്കി, ഫ്രണ്ടിൽ ഈ പാലമാണ്. ഇത് ഏതാ സ്ഥലം എന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഏതാ സ്ഥലം എന്നുള്ള ദിവചേട്ടൻ അറിയോ? ദിവചേട്ടാ കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഒരു വണ്ടിക്ക് കഷ്ടി പോകാൻ പറ്റിയ വഴി. ദൈവമേ, നോക്കണേ. ഗൈസ് ഇതാണ് കർണാടക സ്റ്റേറ്റ് SHന്റെ ടോൾ ബോട്ട്. പോട്ടെ ഓക്കെ പോട്ടെ ഓക്കെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ ഈ റൂട്ടില്. അയ്യോ,
ഇടിച്ചതാ ലൈലാൻഡിന്റെ വണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചേ. എല്ലാവരും സസ്പെൻഷൻ ഇത് പൊട്ടിയല്ലേ? ഏതാ അയ്യോ ഇടിച്ചടി ഇപ്പൊ ഇടിച്ചുള്ളൂ. 5 ഇട്ടേതുള്ളൂ. ലോറി അടിച്ചു. ഈ ലോറി ഇവൻ കേറി വന്നാ. ഇവൻ കേറിയതാ. ഈ ലോറി അടിച്ചു. ഇവൻ കേറിയതാ. പാവം. അല്ല ഇവൻ റോങ്ങാ. അപ്പൊ ആരാ ഇടിച്ച? ടയർ പോയിട്ടാ. ടയർ ഇട്ട് അടിച്ചു. അവന്റെ കിട്ടി. ഡ്രൈവറൊന്നും പറ്റിയില്ല വയത്താല്. ഉള്ളി നല്ല ആഘാതം പറ്റുവാണ് എന്താണേലും. രണ്ടും കർണാടക വണ്ടിയാ. ഫൈനലി നമ്മൾ അങ്ങനെ ഹസൻ സിറ്റിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. കർണാടക അറിയായിരുന്നോ? അല്ല അവിടെ എഴുതി വെച്ച വായിച്ച ഗൈസ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ എത്തുന്നതാണ്. ഇനി ടോട്ടലി നമുക്ക് വെറും 63 കിലോമീറ്റർ ഉള്ളൂ ചിക്കബംഗ്ലൂരിന്. അതായത് ഏതാണ്ട് 1.25 മണിക്കൂർ. യെസ്, ഏതാണ്ട് ഒരു 1.25 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തുന്നതാണ് ഗൈസ്. നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി. ഇതൊന്ന് പിടിച്ചേ. 40 രൂപയ്ക്ക് കരിക്ക്, നല്ല മാന്ത്രം കരിക്ക് പോവും. പെറുക്കി കൊടുക്കടാ 3 എണ്ണം. ലിബിന് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലുത് നോക്കി പെറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കൊള്ളാം കേട്ടോടാ, സാധനം കൊള്ളാം. നീ ബുദ്ധിമാനാ ലിബിനെ. ഇതിനെല്ലാതും 40 രൂപയാണെന്ന് ഉറപ്പ് വരുന്നുണ്ട്. അവൻ്റെ നോട്ടം നോക്കിയേ, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓ അല്ല ഓക്കെ ആയില്ലേ? നല്ല കിടിലം വെള്ളം അല്ലേടാ. മധുരമുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട്, നല്ല സാധനമുണ്ട് കേട്ടോ. കുറേ നേരം വണ്ടി ഓടിച്ചല്ലോ, ഇനിയിപ്പം വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. 40 രൂപയ്ക്ക് അടുത്തൊന്നും ഇത്ര ലാഭകരമായിട്ടുള്ള സാധനം ആയിരിക്കൂടാ. നല്ല കിടിലം കരിക്ക് കേട്ടോ. ഇവിടെയാണല്ലോ ഇപ്പൊ കരിക്കൊക്കെ ഏറ്റവും കൂടുതൽ. ഇത് പുതിയതാ, പഴയതല്ല. ഈ റൂട്ടിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇഷ്ടംപോലെ കേരള ബസ്സുകളും ഈ റൂട്ടിലുണ്ട്. ഇത് ഏത് റൂട്ട്? ചിക്കമംഗ്ലൂർ റൂട്ട്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഗൈസ്? പോവാടാ, പോന്ന് ചേട്ടാ. നമ്മളെ പിന്നെ തേങ്ങ കഴിച്ച് അവിടുന്ന്, അല്ലെങ്കിൽ കരിക്ക് കുടിച്ച് അവിടുന്ന് ഒരു 50 മിനിറ്റ് വന്നിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ഞങ്ങളുടെ ദൃശ്യത്തിൽ ഈ കാണുന്ന ഇദ്ദേഹം പെട്ടത്. ചിരിയൊക്കെ നോക്കി, ചിരിയൊക്കെ നോക്കി പുള്ളിയുടെ ഒരു സന്തോഷം കണ്ടോ. ആലുവിലുള്ള നല്ല ഒന്നാന്തരം പാനീയപൂരിയാണ് ഇദ്ദേഹം ഇവിടെ നിർമ്മിച്ച് നമ്മളെ പോലെയുള്ളവർക്ക് നൽകുന്നത്. പുള്ളിയുടെ കൈ കഴുകാൻ മറന്നുവെങ്കിൽ നമ്മളെ പോലെയുള്ളവർ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അല്ലേ കുഴപ്പമൊന്നുമില്ല. ഗ്ലൗസ് ഇട്ടിട്ട് വെരി ഹൈജീനിക്. അതായത് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിക്കാണ് പുള്ളി തരുന്നത്. ഇപ്പൊ പണ്ട് കാലത്തെ പോലെ ഒന്നും അല്ല കേട്ടോ. പണ്ടൊക്കെ വയസ്സായ അപ്പച്ചന്മാർ, ഇപ്പൊ യുവതലമുറയിൽപ്പെട്ട ആൾക്കാർ ഇതിൽ വരാൻ തുടങ്ങി. ഒരു ദിവസം 3000-4000 രൂപക്ക് വരുമാനം ഉണ്ട് കേട്ടോ. തമാശ അല്ല. കൊള്ളാവോ? ഞാനും പറഞ്ഞു കഴിച്ചിട്ട് अच्छा है, अच्छा है सर, बढ़िया से YouTube पे डालिए ताकि पता चले कि लोगों को। विजयनगर में होता है गोलगप्पा। अच्छा, अब कोलकाता का आदमी है, बंगाल है? यूपी उत्तर प्रदेश का। उत्तर प्रदेश में അവിടെ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ നല്ല പപ്സ് കിട്ടുമെന്ന്. അവിടെ നിന്ന് ഞാൻ ഇവിടെ വെച്ചു. ലിബിനെ അവിടെ പണയം വെച്ചോ കേട്ടോ. നോക്കിയോ, അതിനിപ്പം പാത്രം കഴിക്കൊണ്ടിരിക്കുക. നോക്കിയേ, ആ സൈഡിലുണ്ട്. എന്നാ എടുക്കുവാ? പൈസ കൊടുക്കുക, എന്നിട്ട് വേണം പോവാൻ. വാ, അങ്ങനെ ഇപ്പം വരുമെന്ന് പറ. അഭി ആയേഗാ? അതൊന്നും വിഷയമില്ലടാ. വാ, മാമന്റെ ഹോട്ടൽ പോലെ പറഞ്ഞു ഇപ്പം വരാന്ന്. വാ, പറഞ്ഞ ഇവിടെ നല്ല പപ്സാ. പകുതി മതി, പകുതി മതി. ഇതിന്റെ ഒരെണ്ണം മേടിച്ചോളാം. നല്ല മതി. പകുതി എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ടെണ്ണം കഴിച്ചോ? ഇല്ല, ഞാൻ പിടിച്ചോളാം. ഈ അവസാനം ഇത് സുക്കാന്ന് പറഞ്ഞ സാധനം തരാന്ന് പറഞ്ഞു. അതവന്റെ ചുക്കാമണി പോ. അല്ലെന്ന് ഉപ്പിട്ട സാധനം ഇതിനകത്ത് ഉപ്പിടും അല്ലേ? നമുക്ക് ഡാലേക്ക നിർബന്ധിച്ച് കഴിപ്പിക്കും അത്. ഞാൻ ആദ്യമായിട്ട് ഒരു പാനിപ്പൂരിക്കാരൻ ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നത് അല്ലേ? നിന്റെ 3 പീസ് അവിടെ ബാക്കിയുണ്ട്. സംഭവം നീ സുക്ക കഴിച്ചോട്ടോ. ഞാനിപ്പം വരാം. നീ സുക്ക കഴിച്ചോണ്ടോ? 3 പീസ് ഉണ്ടെന്ന്. 3 പീസ് കൊടുക്ക. ആകാശത്തൊരു പ്രത്യേക പ്രതിഭാസം. വാട്ട് ഈസ് ദിസ്? നടുക്ക് സൂര്യനാ. സൂര്യൻ പെട്ടവനെ വേറെ എന്റെ ദൈവം, ഒരു പ്രത്യേക പ്രതിഭാസം. പ്രത്യേക പ്രതിഭാസം എന്ന് വെച്ചാൽ പ്രത്യേക പ്രതിഭാസം. കൊള്ളാമല്ലോ പരിപാടി അല്ലേ? നമ്മളും പെട്ട പോലെ സൂര്യനും പെട്ടെന്നാ തോന്നുന്നു കേട്ടോ. ഫൈനലി ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് കുറെ ആൾക്കാർ കയറുന്നേ. അപ്പൊ ഞങ്ങളും വിചാരിച്ചു എന്നാ കയറിയാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളും കുറെ ആൾക്കാർ കയറുന്നുണ്ട്, ഞങ്ങളും കയറുവാണ്. റിസർവെയർ ആടാ. ഇവിടെ നിന്ന് ചിക്കമംഗ്ലൂരിന് 20 കിലോമീറ്റേഴ്സ് ഉള്ളി. ആയിക്കൂളൊന്നും ഇല്ല കേട്ടോ, വെറും 20 കിലോമീറ്റേഴ്സ്. നമ്മൾ ഇനി നാളെ പോകുന്നുള്ളൂ, ഇന്നും പോകുന്നില്ലല്ലോ. നമ്മൾ ഇന്നില്ല. ടുഡേ നോ ടുമോറോ ഈസ് എ ബെറ്റർ ഡേ. അതെ, ബെറ്റർ ഡേ. അതെ, ഞങ്ങൾ നേരെ
ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ദീപു ചേട്ടാ, നമ്മളവിടെ കണ്ട സംഭവമില്ലേ, അത് അവിടെ നിന്ന് ആ കൊത്തി ഇവിടെ കൊണ്ടുവരുന്നത്. ശില്പം ഉണ്ടാക്കി കൊത്തി വിൽക്കുന്നതാണ് കാണുന്നത്. ഓഹോ, കൊള്ളാം ഗൈസ്. ഇതേ അത്യാവശ്യം ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കേട്ടോ. ഇവിടെയുള്ള കർണാടകക്കാർ തന്നെ, വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലേ? ആരുമില്ല, എല്ലാ വണ്ടിയും KL ഇല്ല, അല്ലേ? TN ഇല്ല, AP ഇല്ല, അല്ലേ? അതായത് ചേച്ചിമാർക്ക് തന്നെ ഒരു ചിരി വരും. അവർക്കൊരു കൗതുകല്ലേ, നമ്മൾ ഈ സാധനം പഠിച്ച് ഗുണം പറഞ്ഞ് നടക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ പോലീസ് ഉണ്ട് കേട്ടോ. ഓ, ഇതൊരു തടാകമാടാ, റിസർവോയറാ. ഇത് ഉള്ളിലോട്ട് കയറ്റി വിടൂല. ഇല്ല മോനെ, ഇത് കുറേ നടക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തോട്ട് എന്തിനാ പോകുന്നത്? പബ്ലിക്കിന് നോ എൻട്രി ഇല്ല. വാ, നമുക്ക് അതിലേലും കയറി നോക്കാം. വാ. ഇത് വലിയ റിസർവോയർ കേട്ടോ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതിൻ്റെ അകത്ത് വെള്ളം വന്നിട്ട് അങ്ങോട്ട് പോകുന്ന പരിപാടി അറിയില്ല. കറണ്ട് ഉണ്ടാക്കുന്ന സംഭവം നമുക്ക് അപ്പുറം. ഇതൊക്കെ നമ്മുടെ ഇടുക്കിയിൽ. ഇതല്ല, ഇത് കാര്യമില്ല. നമുക്ക് അങ്ങോട്ട് പോകണം, അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം കേട്ടോ, എന്നാലേ കാര്യമുള്ളൂ കേട്ടോടാ. എന്നാലേ കാണത്തുള്ളൂ. ഇങ്ങോട്ട് കഴിഞ്ഞാൽ വെള്ളം ഇറക്കി വിടും സ്ഥലം കേട്ടോ, ഒന്നും ഉണ്ടാവില്ല. ഇതേ സായാഹ്ന സന്ധ്യകൾ ആനന്ദകരമാക്കാനുള്ള ഒരു സ്ഥലമാണ്. അതായത് കപ്പിൾസ്, അതായത് അത് മുതലായ ആളുകൾ, അല്ലേ? അതായത് ചെറിയ അല്ല നമ്മളെ പോലുള്ളവർക്കും പറ്റും. എരിവും പുളിയും എല്ലാം നടക്കും, ഏത് കേസ് കൂടെ പിടിക്കാം. അപ്പോൾ ആ രീതിയിലുള്ള സ്ഥലമാണ്. കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഫീലിംഗ്. നിങ്ങളിപ്പോൾ ഞങ്ങളെ മാത്രമല്ലേ കാണുള്ളൂ, രസം കാണുന്നില്ല. അതിനകത്ത് ഏറ്റവും വലിയ രസം. അതാ ലിവിൻ ഇത്ര നേരമായിട്ട് കണ്ടത് കേട്ടോ. ഇതുകൊണ്ടോ, ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു, എന്താ പറയാ, ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഉള്ള ഒരു മനോഹരമായിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം. അതായത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ വൈകിട്ട് ഈ സമയത്ത് വരണം. അതായത് ഈ ലൈറ്റിന് നമുക്ക് ഇത് കാണാൻ വേണ്ടി ഭയങ്കര, അതായത് വായി കിട്ടിയില്ല, അതിനൊരു പേര് പറയുമായിരുന്നു. അവിടെ ബോട്ടിങ് നടന്നുണ്ട്, പക്ഷെ അത് ഇവിടെ നല്ലതാ പിന്നെ. അല്ല നമുക്ക് ഇതിന്റെ അപ്പുറത്തോട്ട് പോകാനുള്ള എൻട്രി ഇല്ല കേട്ടോ. ഞങ്ങൾ എല്ലാവരും വണ്ടി നിർത്തുന്ന കണ്ടിട്ട് ഞങ്ങൾ നിർത്തി. ഇതൊരു പാർക്കാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഓ, ഇത് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയാക്കുന്ന ഒരു റിസർവെയർ ആ ദീപിച്ചേട്ടാ, മനസ്സിലായത് ദീപിച്ചേട്ടാ? കയറുക. ഇതാ ഗൈസ്, രണ്ടെണ്ണം അടുപ്പിച്ചൊക്കെ പോകുന്നുണ്ട്. ഇത് എവിടുന്ന് എങ്ങോട്ടാ തുടങ്ങുന്നത് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഏതാ നിങ്ങൾക്ക് വല്ല അറിയോ ദീപിച്ചേട്ടാ? അത് അവിടെ പറന്നു വരുന്നു വേറെണ്ണം. ഇതെന്തോ ആക്ടിവിറ്റിയാ. ഞങ്ങൾ കഴിഞ്ഞ വർഷം മഞ്ചീനകത്ത് പോയതാ. ഫൈനലി അങ്ങനെ ഞങ്ങൾ സൂര്യ അസ്തമയം കാണാൻ വേണ്ടി നിൽക്കുകയാണ്. വരൂ ഇറക്കിക്കോ, തട്ടൂല. ആ സൈഡ് നോക്കിയോടാ, എന്റെ ഓരോ തട്ടൂല, നീ ഇറക്കിക്കോ, നല്ല പൊക്കമുണ്ട്. വാ, പോട്ടെ വരട്ടെ. നാളെ നമുക്കൊരു 4x4 ഇട്ടൊരു കളി കളിക്കണ്ട. നാളെ 4x4 ഇട്ട് കളി കളിക്കണം അല്ലേ? ഗൈസ് ഫൈനലി കണ്ടോ, കിട്ടിക്കാച്ചി കാഴ്ച വന്നു. കിട്ടിക്കാച്ചി ഇപ്പൊ ആകാശം തീ കത്തിച്ചതുപോലെ അനുഭവപ്പെടുന്നില്ലേ നിങ്ങൾക്ക്? അതെ, ഇപ്പൊ അസ്തമിക്കും. അതിന്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ നോക്കിയേ, എങ്ങനെ വിളക്ക് എങ്ങനെ വളവിടുന്നു നോക്കിയേ. എന്ത് രസമല്ലേ, മാറിപ്പോന്നില്ല അല്ലേ? എന്ത് രസമല്ലേ ചേട്ടാ കാണാൻ വേണ്ടി. പിന്നെ എന്താ പറയുക, നേരെ അങ്ങോട്ട് കയറ്റി അല്ലേ? ഇത് നോക്കിയേട്ടാ, ഫ്രെയിം നോക്കിയേട്ടാ. തെങ്ങും ആ സൂര്യൻ എറിയുന്ന അടയ്ക്കാമരവും എല്ലാം കൂടെ നല്ല അടിപൊളി ഭംഗി കേട്ടാ. ആ വഴിയെ പോയി ഞങ്ങൾ ഈ വഴിയെ വരണേ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല. ഇവിടെ ഒരു ക്യാബേജ് കൃഷി അതുപോലെ തന്നെ ചോളം കൃഷി നടപ്പുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വണ്ടി നിർത്തി. ഞങ്ങൾ വിദേശ രാജ്യത്ത് ക്യാബേജ് കൃഷിക്ക് ഫാമിംഗ് എന്ന് പറയും അല്ലേ? വിദേശ രാജ്യത്ത് ഫാമിംഗ് എന്ന് പറയും. ഇവിടെയോ? ഇവിടെ കൃഷി എന്ന് പറയും. നോക്കൂ, അതായത് ഇവിടെ ക്യാബേജ് അങ്ങനത്തെ സംഭവം സെറ്റപ്പ് ചെയ്യാം. ഞങ്ങൾ അവിടെ ഒരു കിഡിലൻ സൺസെറ്റ് കാണുന്നുണ്ട്. പക്ഷെ ഇതിലേ പോവാം. ഇതിലേ പോവാം. പശുവിനെ കൊണ്ട് വരുന്ന അമ്മച്ചി ചോദിച്ചു ഏതൂടെ അപ്പാന്ന്. അറിയത്തില്ലോ, എനിക്ക് അത്രയല്ല അറിയാന്നുള്ളൂ. സൂര്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു എന്താ അപ്പൻ, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അത് വേറെ വകുപ്പില്ലോ. ഓ, ഇതിലേ പോവാ. അങ്ങനെ അറ്റം പിടിക്കാനാണെങ്കിൽ നമ്മൾ അങ്ങ് പോകണം അല്ലേ? നമുക്ക് കയ്യിലെ പോയിട്ട് അങ്ങനെ നിൽക്കാം. ഒരു രസമെന്ന് അറിയാമോ, ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ. എന്നോടല്ലേ ഇവനെ തീ ഗോളോ. പിന്നെ നമ്മളെ അന്ന് കന്യാകുമാരി കണ്ടതിനേക്കാളും രസമില്ല ഇതിന്. അത് നമ്മൾ ചങ്ങനാശ്ശേരി കണ്ടത് ഇതൊക്കെയാണ് സൂപ്പർ കേട്ടോ. പക്ഷെ കന്യാകുമാരിയിൽ എനിക്ക് അത്ര സെറ്റപ്പ് കിട്ടിയില്ല. ഓ, ഇവിടെ എല്ലാം കൃഷിയാണോ ഇവനെ? ഫുള്ള് കൃഷി ഉണ്ടോ? ഫുള്ള് കൃഷിയാണ്. അതൊക്കെ എന്താ പരുത്തി കൃഷി പോലത്തെ കൃഷികളാണ്. ഇതെന്നെ സംഭവം അറിയോ? ഇത് കരിമ്പ് കഴിഞ്ഞത്, ഇത് ഉഴുതിട്ടാക്കുന്ന ഇതിനെന്താ കൃഷിക്ക് എന്താ സംഭവം കഴിഞ്ഞ സാറ പറയുന്നത് കേട്ടു. ഇനം വെള്ളമോ അങ്ങനത്തെ എന്താ സംഭവം ഇതുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. കിളക്കിയില്ലേ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇതെന്നാടാ? ഇത് പരുത്തിയാന്ന് തോന്നുന്നു. പരുത്തിയോ പയറോ അങ്ങനത്തെ എന്താ സാധനം കേട്ടോ. ഇല്ല, ഇത് പയറാറ്, പൊളിക്കുന്ന പയറാണ്. ചേട്ടനും ചേച്ചി അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. സാധനം പിന്നെ ഇത് ചെയ്യുന്ന
ലിപി പറഞ്ഞോളെ. ചേട്ടൻ അവിടെ നിൽക്കുന്ന നോക്കി ചേട്ടാ, അതാ ഇതേ നമ്മൾ അങ്ങ് പോകാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതങ്ങ് കിലോമീറ്ററോളം നടക്കണം. ഇല്ല, അടുത്തു പോകുന്ന വഴിയൊക്കെ കൃഷിയാ കേട്ടോ. അവിടെയാണോ ബൾബ് ഇട്ട് വെച്ചാക്കുന്നേ? ഇവിടെ മറ്റേ കറണ്ട് വന്ന സ്ഥലം അവനെ. അതല്ല, കണ്ടു വന്നിട്ടില്ല. ഈ കൃഷിക്കേ രാപകല് വെട്ടം വേണമെന്ന് തോന്നുന്നു. അത് എന്നാ സാധനം തീച്ചേട്ടാ? എന്നാ തീച്ചേട്ടാ? അതെന്നാ തീച്ചേട്ടാ? ഇതെന്നാ? മുന്തിരി. മുന്തിരി ഒന്നുമല്ല, പോടാ. മുന്തിരി ഒന്നുമല്ല, വേറെന്തുവാ ഇത്? മുന്തിരി. ഇതെന്നാ ഇത്? ഗൈസ്, ഇതെന്ത് കൃഷിന്ന് അറിയത്തില്ല കേട്ടോ. ഫുള്ള് ബൾബ് ഇട്ട് വെച്ചേക്കുക. ഇതെന്നാ സാധനം? മെറ്റോടൊന്ന് ചോദിച്ചേ. മെറ്റോട് ചോദിച്ചേ. വേറെ സാധനത്തിന് ഇത് നിരോധന സാധനമാണ്. ഇനി കിലോത്തിന് ഇത്ര പൈസ. മെറ്റയോട് ചോദിക്കട്ടെ, ഇതെന്നാന്ന് ചോദിച്ചേ. ഇപ്പം പറയാം, കിലോത്തിന് കിലോ കൂടുതൽ കൈ വെച്ചാൽ നമുക്ക് പോവാം. ഇപ്പം പറയാം എന്താ കൃഷി എന്നറിയാലോ. നോക്കിയാൽ ഫുള്ള് ബൾബ് ഇട്ട് ഇവിടെയൊക്കെ കാണാൻ. വെള്ളരിക്കയാണോ? വെള്ളരിക്ക ചെടി. വെള്ളരിക്ക? അത് യു മീൻ കുക്കുംബർ? കുക്കുംബർ കൃഷിയാണെന്ന് ഇന്ന് വെറുതെ ചോദിച്ചേ. ഉരുളക്കിഴങ്ങായിരിക്കും. അങ്ങ് ദൂരെ. ഇന്നും ഞങ്ങൾ എന്തിനാ ഇങ്ങ് ദൂരെ വന്നേ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കിടിലം കാഴ്ച കാണാൻ വേണ്ടിയാ. അതായത് ഒരു കിടിലം കാഴ്ച എന്ന് വെച്ചാൽ ഒരു കിടിലം കാഴ്ച. സൂര്യൻ ഇപ്പോൾ അസ്തമിക്കും. യെസ് ഗൈസ്, നോക്കൂ. ഒരു ചുവന്ന തൊടുത്തൊരു പുള്ളിക്കാരൻ ഇതേ നിൽക്കുന്നു. ഗൈസ് നോക്കൂ, പാവം കുറെ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ് നല്ല തീ ഗോളം പോലെ ഇങ്ങനെ നിൽക്കട്ടെ. ഒരു പ്രത്യേക കാഴ്ച. നോക്കിയേ, അങ്ങോട്ടൊക്കെ നല്ല കിടിലം സ്ഥലമുണ്ട്. ഇത് നോക്കി തിരിച്ചോട്ടാ. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ നല്ല കിടിലം സ്ഥലങ്ങളാട്ടോ. അങ്ങോട്ട് വഴിയുണ്ട്. അതിൽ ഇഷ്ടംപോലെ വീടും സാധനങ്ങൾ കണ്ടില്ലേ? എന്തോ രസം നോക്കിയാ കാണാൻ വേണ്ടി. പ്രത്യേക രസം കേട്ടോ. മിറാക്കിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ. ഇവിടെ വരണായിരുന്നു കേട്ടോ. എപ്പോ? ഈ സമയത്ത് നമുക്ക് ഈ സമയം കാണാൻ ഇവിടെ വരണമായിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ നേരത്തെ അറിവുള്ള സ്ഥലം പോലെ ഇവിടെ വരണമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചാൽ എന്താ അങ്ങനെ പറയുന്നതെന്ന്. എന്ത് രസം നോക്കിയാൽ കാണാൻ വേണ്ടി. ഈ ഒരു കിടിലൻ കാഴ്ച ഞങ്ങൾ ആ പോകുന്ന വഴിയിൽ നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കയറിയതാണ്. ഞങ്ങൾ നേരെ തിരിച്ച് ഈ കാണുന്ന വഴി കൂടെ നേരെ ഫ്രണ്ടിലേക്കും പോകുകയാണ്. നമുക്ക് റൂം എടുക്കണ്ടേ? 800 രൂപയ്ക്ക് AC റൂം വേണം, ഡബിൾ കോട്ട് വേണം, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കണം. നല്ലത് ഇപ്പൊ നോക്കുവാണെങ്കിൽ നല്ലതാ. ബേക്കോട്ട് എടുക്കുന്നത് നല്ലത്. ഒരു 2-3 കിലോമീറ്റർ അല്ലേ? നാളെ എവിടെയാ പോകണ്ടേ, എങ്ങനെയാ പോകണ്ടെന്നൊക്കെ നമുക്ക് പഠിക്കണ്ടല്ലേ? പിന്നെ പഠിക്കണം. കേരളത്തിൽ തെങ്ങ് കുറവാണെങ്കിൽ ഇതാ കർണാടകത്തിൽ ഇഷ്ടംപോലെ തെങ്ങുണ്ട്. കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇഷ്ടം പോലെ. കേരള നാട് മാത്രമല്ല, കേരളത്തിൽ കർണാടക, തമിഴ്നാട് നാടുകളും ഉണ്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കും. വളരെ വലിയൊരു പണ്ഡിതൻ വളരെ വലിയൊരു ഇൻഫർമേഷൻ ആണ് ദിവ്ചേട്ടൻ കൈമാറിയത്. നാളെ ഏറില്ല കർണാടകയിൽ സംസാരിച്ചോണ്ടിരിക്കും കേട്ടോ. നമുക്ക് കേരളക്കാർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പേര് നെയിം ചിതേഷ്. ചിതേഷ് എന്നാണ് പുള്ളിയുടെ പേര് കേട്ടോ. മനസ്സിലായില്ലേ ദിവ്ചേട്ടാ? പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടോ. പുള്ളിക്കാരൊക്കെ വിദ്യാഭ്യാസം ഉണ്ട്, ഞങ്ങൾക്കൊന്നും അത്ര വിദ്യാഭ്യാസം ഇല്ല. സത്യം വേറെ കാര്യമുണ്ട്. അല്ല ദിവ്ചേട്ടാ, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം ഈ സാധനം ഉള്ളതുകൊണ്ടല്ലേ ആൾക്കാർ പല സ്ഥലത്തോട്ടും പോയി രക്ഷപ്പെട്ടെ. ഇവരെയൊക്കെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ എവിടെയും പോകാനൊന്നും പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഇവരെ പുള്ളി കുറേ സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ പോകും? അണ്ണാമല. അല്ല, അണ്ണാമല സ്ഥലമല്ല. തമിഴ്നാടുള്ള ഒരു SP. അല്ല അതല്ല, പുള്ളി പറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ സ്ഥലമുണ്ട് ഗൈസ്. ഫൈനലി നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് നേരെ ചെറുക്കനെടുത്ത് പോവാം. നാളെ ഒരു 4x4 അടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നോക്കട്ടെ, സ്ഥലം കിട്ടുവാണെങ്കിൽ അടിക്കണം. ഇത് ക്യാബേജ് തന്നെയാ ദിവ്ചേട്ടാ. ഇത് ക്യാബേജാ. മെറ്റപ്പെണ്ണിനോട് ചോദിച്ചു ഇത് തന്നെ സാധനം. ഒന്ന് മെറ്റപ്പെണ്ണിനോട് അതിലെ കറില്ല. ഈ മൂല കൂടെ പോയി ചോദിക്കാം. മറ്റേലെ ഏടി ഞങ്ങൾ ചോദിക്കുന്ന എല്ലാം റോങ്. നോക്കണേ, നേരത്തെ ഞങ്ങൾ ചെടി വെച്ചാൽ പറയാം കുക്കുംബറാണ്. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇവിടം വെച്ച് ഇത് വെച്ച് മാത്രമേ ഫോട്ടോ എടുത്തു. അപ്പം പറയാം, ചിത്രത്തിൽ കാണുന്ന ഒരു പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ ആണ്. അതായത് ടയറിന് ഇതടിക്കുന്ന സാധനമാണ്. കണ്ട തട്ടിപ്പാന്ന്. പക്ഷെ ചെറിയ മൊത്തമായിട്ട് ലോകത്തിൽ ആയിട്ടില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ശരിക്കും ഹാഫ് ആയിട്ട്. അത് ഞാൻ പറയട്ടെ, പൂർണ്ണമായിട്ട് ഒരു ആയിട്ടില്ല.
ഇതൊക്കെ തെറ്റാണ്. അല്ല എന്തുണ്ട് ഏറെക്കുറെ റെഡി അവിടെ ഇതുണ്ട് അങ്ങനെയാണ് ഇതെങ്ങനെ ശരിയാവുന്ന അറിയോ? കമ്പനിയുടെ ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്ത് മനസ്സിലാക്കുന്ന രീതി ഇട്ട് കൊടുത്ത് അത് കിട്ടും. മനസ്സിലായോ? അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ? കാണിക്കാനും പറ്റില്ലല്ലോ. മറ്റേ ഇതെങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തുള്ള കാണിച്ചു കൊടുക്കാമായിരുന്നു. മറ്റേ ഫോണിൽ കാണിക്കാം. അപ്പൊ തന്ത്രപരമായ രീതി. അതായത് ഇതിപ്പോ ഒളിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഈ സാധനം നമുക്ക് മൊത്തം ബേക്കോട്ട് മാറ്റണം അറേഞ്ച് ചെയ്ത്. അല്ല ഡിഗ്രി അറേഞ്ച് ചെയ്തേ. ആ മറ്റേ പെട്ടി ഒഴികെ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ വന്നിട്ടുണ്ട് ഈ സംഭവം. ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ ഞങ്ങൾ പോവാം. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്യണ്ട എന്നൊക്കെ അറേഞ്ച് ചെയ്തു. മൈക്കൊക്കെ മാറ്റാണ് എന്നൊക്കെ മാറ്റി എല്ലാം സെറ്റപ്പ് ചെയ്തു. ഇതേ ഞങ്ങൾ ചിക്കമംഗളൂരിന് ആദ്യമായിട്ട് പോവുകയാണ്. നല്ലതാണോ എങ്ങനെയാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് പറഞ്ഞ നിങ്ങളൊക്കെ പഠിച്ചതാണ്. 8ാം ക്ലാസ്സിൽ 2 കൊല്ലം നിങ്ങൾ അറിയത്തില്ലാത്ത കാരണം അവിടുന്ന് പുറത്താക്കി അല്ലേ ഗൈസ്? മൊത്തം തല്ലിപ്പൊളി കേസുകളോട് പുള്ളി പറയാം. നിങ്ങൾ കേരളത്തിൽ നിന്നല്ല, നിങ്ങളെല്ലാം പഠിച്ച ഞങ്ങൾ കുറേ പേര് കൊണ്ടുണ്ടോ, നിങ്ങൾ കേരളത്തിൽ നിന്നല്ലേ, നിങ്ങൾ പഠിച്ച് സമ്പന്നരാന്ന് മലയാളം എഴുതി കൂട്ടി വായിക്കാൻ പറഞ്ഞാൽ മേലോട്ട് നോക്കും. ഇംഗ്ലീഷ് എന്നോട് ഒരു സെന്റൻസ് എഴുതാൻ പറഞ്ഞാണല്ലോ, ഞാൻ പിന്നെ അവൻ എൻ്റെ ശത്രുവാ. അതെ, നിങ്ങൾക്ക് തമാശയല്ല. എനിക്ക് ഒരു സാധനം എഴുതാറിയില്ല, പക്ഷെ എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. നിങ്ങൾക്കോ ദീപിച്ചേട്ടനോ? അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതി നമ്മളങ്ങ് പോകും. മെച്ചോടി കഴിച്ചല്ലേ? ഇപ്പോഴല്ലേ നിങ്ങൾ ഈ പറയുന്ന പൊട്ടത്തരൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലായി എനിക്ക്. ഗൈസ് ഫൈനലി ഇതാ അതാണ് മെയിൻ റോഡ്. ആ കാണുന്ന അവിടെ നമുക്ക് എത്തണം. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ചിക്കമംഗളൂർ എത്തിയിരിക്കുകയാണ്. വൈകിപ്പോയി, അതായത് 6:45 നമ്മൾ എത്തിയപ്പം. നാളെ നമുക്ക് കാണാം. അതെ, നമുക്കപ്പോൾ ആദ്യം ഒരു പാർപ്പിടം സംഘടിപ്പിക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ശേഷം നമ്മൾ ബാക്കി പരിപാടി, എഡിറ്റിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞ് നാളെ നമ്മൾ പോകേണ്ട സ്ഥലം എല്ലാം ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നാളെ ഇവിടം കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് സഞ്ചരിക്കുന്നതായിരിക്കും. ഷീലിന്റെ പമ്പ് ഷെല്ല്. ഫൈനലി ഞങ്ങളുടെ വണ്ടി ഇവിടെ നിർത്തി. രാത്രിയായി. നമുക്ക് ഫൈനലി ഒരു ഹോട്ടൽ കിട്ടി. ഇവിടെ 2 എണ്ണം ഉണ്ട്. അതിൽ ഇതാണ് ഞങ്ങൾ പിടിച്ചത്. 2300 രൂപ. പാടാ കയറാം. നമ്മുടെ പ്രോപ്പർട്ടി സാധനങ്ങളൊക്കെ ആ ബാഗിലാട്ടോ. കാവിലും ഡോഗ് സ്ക്വാഡ് ഉണ്ട്, ഒന്നും പേടിക്കേണ്ട കേസില്ല അല്ലേ? എല്ലായിടത്തും ഒരു 10 പ്രാവശ്യം ചെക്ക് ചെയ്യാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അടിച്ചു പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. എടാ ഡോഗ് സ്ക്വാഡ് ഉണ്ടാ. പട്ടി ബാ. നല്ല കിട്ടില്ല റൂമാട്ടോ. 3000 റൂമാന്ന് പറഞ്ഞില്ല. ഇവന് ഒറ്റ അടിക്ക് വില കിട്ടിച്ചെന്നാ പറഞ്ഞില്ല. 1000 രൂപ താത്തി അടിച്ചു അല്ലേ? 2300 രൂപ. പറഞ്ഞു. എന്തായാലും ഞങ്ങളുടെ സൂക്കേസ് ആയിട്ട് ഞങ്ങൾ നേരെ പോവാട്ടോ. ഫൈനലി നമ്മൾ നമ്മുടെ റൂമിലെത്തി. ഒരു ജാഥയ്ക്കുള്ള ആൾക്കാർക്ക് കിടക്കാൻ പറ്റിയ അത്ര സ്പേസ് ഉള്ള ഒരു മനോഹരമായ റൂമാണ്. നീ ഇതാണ് എടുത്തേ റൂം. ഇവിടെ ഒരു സിംഗിൾ ആക്കി കിടക്കാം, അവിടെ ഒരു ഡബിൾ കിടക്കാം, പിന്നെ ഇവിടെ ഒരു സിംഗിൾ കിടക്കാം. ജാഥയുടെ കാര്യം പറഞ്ഞു. ജാഥ ഒരു 5 പേരെ മാക്സിമം ആകാവുള്ളൂ കേട്ടോ. ഒരുപാട് ആൾക്കാർ ചിക്കമംഗളൂര് ഭയങ്കര ഒറ്റ റൂമിൽ വെച്ചെടുത്ത് ഇല്ല കേട്ടോ. റൂമെല്ലാം ഭയങ്കര, പിന്നെ അത്യാവശ്യം റേറ്റും ഉണ്ട് റൂമിന്. നമ്മൾ സാധാരണ ടൂറിസ്റ്റ് പ്ലേസിനെ അപേക്ഷിച്ച് അത്യാവശ്യം തിരക്കുണ്ട് അല്ലേ തീർച്ചയായിട്ടും. ഇച്ചിരി കൂടെ ശരിയായ ഗൈസ് നോക്കൂ. അപ്പോൾ ഫൈനലി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ ചിക്കമംഗളൂരിന്റെ അതിമനോഹര വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണുന്നതായിരിക്കും അല്ലേടാ? അതിൽ പറയാനുണ്ടോ? ഗുഡ് നൈറ്റ്. അതെ, അതാണ്.